ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എയ്ക്കും പിന്നെ മറ്റ് ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൂടാണ്ട് ഇപ്പോൾ നമുക്ക് ഹാർബറിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ സബ് എഞ്ചിനീയറിൻ്റെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിന് നമുക്ക് ഫർദർ വീണ്ടും എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 2 എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം ആദ്യത്തിൻ്റെ അകത്ത് വരുന്നത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സെക്കൻഡിൻ്റെ അകത്ത് വരുന്നത് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, എയർ പൊല്യൂഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ, ഈ ടോപ്പിക്സാണ്. ഫർദർ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്നത് വാട്ടറിൻ്റെ ഡിമാൻഡിനെ പറ്റി, ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ, പിന്നെ വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ പറ്റി, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, സോഴ്സസ് ആൻഡ് കൺവേയൻസ് ഓഫ് വാട്ടർ, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് തിയറി ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആവറേജ് റേറ്റ് ഓഫ് വാട്ടർ കൺസംഷൻ പെർ ഹെഡ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരിക എന്ന് പറഞ്ഞാൽ 135 LPCD ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇത് ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള വാട്ടർ ഡിമാൻഡിൽ നിന്നാണ്. വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കത് 5 ഇമ്പോർട്ടൻറ്റ് വാട്ടർ ഡിമാൻഡ്സ് ആണുള്ളത്. ആദ്യത്തേത് വന്നിട്ട് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്, ദെൻ കൊമേഴ്ഷ്യൽ വാട്ടർ ഡിമാൻഡ്, പിന്നെ ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് ഉണ്ട്, പിന്നെ പബ്ലിക് യൂസിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ അതേപോലെ ഫയർ ഡിമാൻഡ്. ഇങ്ങനെ മെയിനായിട്ട് ഇത്രയും വാട്ടർ ഡിമാൻഡ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ആവറേജ് റേറ്റ് ഓഫ് വാട്ടർ കൺസംഷൻ പെർ ഹെഡ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ബിൽഡിങ്സിലൊക്കെ ഡ്രിങ്കിങ്ങിന്, കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ കാര്യമാണ്. ഡ്രിങ്കിങ് പർപ്പസ്, പിന്നെ കുക്കിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് വന്നിട്ട് 135 to 225 LPCD, ആ റേഞ്ചിലാണ് ഉള്ളത്. ഇനി ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡിൽ വരുന്നത് ആദ്യം ഡ്രിങ്കിങ് നമ്മൾ ഓൾമോസ്റ്റ് 5 liters ആണ് യൂസ് ചെയ്യുക. ആൻഡ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് അതേമാതിരി 5 liters യൂസ് ചെയ്യാറുണ്ട്. ബാത്തിങ്ങിന് വേണ്ടിയിട്ട് 55 liters, ക്ലോത്ത് വാഷിങ്ങിന് 20 liters, യൂട്ടൻസിൽ വാഷിങ്ങിന് 10 liters, ഹൗസ് വാഷിങ്ങിന് 10 liters, പിന്നെ ഫ്ലഷിങ് ഓഫ് വാട്ടർ ക്ലോസറ്റ്സിന് 10 liters. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് 135 LPCD എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ വന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരാം ആവറേജ് റേറ്റ് ഓഫ് വാട്ടർ കൺസംപ്ഷൻ പെർ ഹെഡ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇസ് 135 LPCD. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൊമസ്റ്റിക് യൂസ് ഓഫ് വാട്ടർ അമൗണ്ട്സ് ടു 5% ഓഫ് ടോട്ടൽ വാട്ടർ റിക്വയർഡ് പെർ ക്യാപിറ്റ പെർ ഡേ. 5% അല്ല, ഇറ്റ് ഈസ് 50%. ആൻസർ വരിക ഇറ്റ് ഈസ് 50% എന്നുള്ള ആൻസറാണ്. ഡൊമസ്റ്റിക് യൂസ് ഓഫ് വാട്ടർ അമൗണ്ട്സ് ഫോർ 50% ഓഫ് ടോട്ടൽ വാട്ടർ റിക്വയർമെൻറ്റ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഡൊമസ്റ്റിക് യൂസിന് 50% ഓഫ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The average consumption of water for commercial use 20 to 25% എന്നാണ് പറയുന്നത്. അത് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ദ കൺസംപ്ഷൻ ഓഫ് വാട്ടർ പെർ ക്യാപിറ്റ പെർ ഡേ ഫോർ നഴ്സിംഗ് ഹോംസിന് വേണ്ടിയിട്ട് 135 liters ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എസ് ചന്ദ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിലുള്ളതാണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 45 liters ഓഫ് വാട്ടർ പെർ പേഴ്സൺ പെർ ഡേ ഈസ് പ്രൊവൈഡഡ് ഇൻ കേസ് ഓഫ് ഓഫീസസിലാണ് നമ്മൾ 45 liters ഓഫ് വാട്ടർ പെർ പേഴ്സൺ
പെർ ഡേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരാൾക്ക് 45 ലിറ്റേഴ്സ് എന്നുള്ള കണക്കിൽ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല ഇസ് യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫോർ ഫയർ ഡിമാൻഡ്. നമ്മൾ വാട്ടർ ഡിമാൻഡ് പറഞ്ഞപ്പം അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യമാണ് എന്താണ് ഫയർ ഡിമാൻഡ് എന്ന് പറഞ്ഞത്. ഫയർ ഡിമാൻഡ് കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടാവുകയാണെന്ന് വെച്ചോ, അപ്പം അതിൻ്റെ അഡ്ജസ്റ്റൻ 2 ബിൽഡിങ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ 3 ജെറ്റ് ഓഫ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യും. ആദ്യത്തെ ജെറ്റ് ഓഫ് വാട്ടർ ഡയറക്റ്റ്ലി എവിടെയാണോ ആ ഫയർ ഉണ്ടായേക്കുന്നത് ആ ബിൽഡിങ്ങിലും, പിന്നെയുള്ള 2 ജെറ്റ് ഓഫ് വാട്ടർ അതിൻ്റെ അഡ്ജസ്റ്റൻ ബിൽഡിങ്സിലുമാണ് കൊടുക്കുന്നത്. അതിൻ്റെ തോർത്ത് വെക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1100 ലിറ്റേഴ്സ് പെർ മിനിറ്റ്. ആ ഡിസ്ചാർജിലാണ്, അത്രയും ഡിസ്ചാർജ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അവൈലബിൾ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 12 to 15 മീറ്റർ ഹെഡ് അവൈലബിൾ ആയിരിക്കണം വാട്ടറിൻ്റെ. അത് 4 to 5 hours നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫയർ ഡിമാൻഡിൽ. ഇനി പോപ്പുലേഷൻ മോർ ദാൻ 50,000 ആവുകയാണെന്നുണ്ടെങ്കിൽ ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി 4 ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോർമുലയാണ് ക്വിച്ച്ലിങ്സ് ഫോർമുല എന്ന് പറയും. ക്വിച്ച്ലിങ്സ് ഫോർമുല അത് ഡിസ്ചാർജ് Q is equal to 3182 root P എന്ന് പറയുന്ന ഫോർമുലയാണ്. പിന്നെയുള്ളത് ഫ്രീമാൻസ് ഫോർമുലയ്ക്കകത്ത് ഡിസ്ചാർജ് is equal to 1136 P/10 + 10 എന്നുള്ളതാണ്. പിന്നെയുള്ളതാണ് നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റ്സ് ഫോർമുല എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 2 ഇക്വേഷൻസ് വരുന്നുണ്ട്. ഒന്ന് പോപ്പുലേഷൻ 2 ലാഖിനെക്കാട്ടിലും മുകളിലാവുമ്പോൾ, പിന്നെ ഒന്ന് പോപ്പുലേഷൻ 2 ലാഖിനെക്കാട്ടിലും താഴെയാവുമ്പോൾ. പോപ്പുലേഷൻ 2 ലാഖിനെക്കാട്ടിലും മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ വിൽ ബി 4637 root P ഇൻറ്റു 1 - 0.01 root P എന്നുള്ള ഇക്വേഷനാണ് വരിക. ഇനി 2 ലാഖിനെക്കാട്ടിലും ഇത് 2 ലാഖിനെക്കാട്ടിലും മുകളിലാകുമ്പോൾ ഉള്ളതാണ്. 2 ലാഖിനെക്കാട്ടിലും താഴെയാണ് 2 ലാഖിനെക്കാട്ടിലും താഴെയാകുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. 2 ലാഖിനെക്കാട്ടിലും കൂടുതലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ 54600 ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റ്സ് ഫോർമുല. ഇനി ഉള്ളത് ബെസ്റ്റൺസ് ഫോർമുലയാണ്. ബെസ്റ്റൺസ് ഫോർമുലയ്ക്കകത്ത് വരുന്നത് ഡിസ്ചാർജ് Q is equal to 5663 root P. ഇതിൻ്റെ അകത്ത് P എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ്. ഇവിടെ എല്ലായിടത്തും പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ്. അതായത് ഇപ്പം 1 lakh ഉണ്ട് പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ അവിടെ പിയുടെ വാല്യൂ വരുന്നത് ഇറ്റ് ഈസ് 100 ആയിരിക്കും പിയുടെ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലാസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കാരണം നമുക്ക് ഓപ്ഷനിൽ ചിലപ്പം ഫോർമുലാസ് തന്നേക്കും, എന്നിട്ട് അതിലേത് ബെസ്റ്റൺസ് ഫോർമുല ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റ്സ് ഫോർമുല ഓർത്തില്ലെങ്കിലും ബാക്കി 3 ഫോർമുലാസും ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ഇതും എല്ലാം എസ്റ്റിമേറ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫ്രീമാൻസ് ഫോർമുല ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഫയർ ഡിമാൻഡ് ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ഇസ് ഗിവൺ ബൈ. അത് ഫ്രീമാൻസ് ഫോർമുല ഏതായിരുന്നു? 1136 ഇൻറ്റു P/10 + 10 എന്ന് പറയുന്ന ഫോർമുലയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ക്വിച്ച്ലിങ്സ് ഫോർമുല ദ ഫയർ ഡിമാൻഡ്. ക്വിച്ച്ലിങ്സ് ഫോർമുല അനുസരിച്ച് ഡിസ്ചാർജ് is equal to 3182 root P എന്നുള്ളതായിരുന്നു ക്വിച്ച്ലിങ്സ് ഫോർമുല. നെക്സ്റ്റ് വന്ന ക്വസ്റ്റ്യൻ, ഫയർ ഡിമാൻഡ് ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് അക്കോർഡിംഗ് ടു ബെസ്റ്റൺസ് ഫോർമുല. ബെസ്റ്റൺസ് ഫോർമുല അനുസരിച്ച് ഫയർ ഡിമാൻഡ് എന്തായിരുന്നു? ഡിസ്ചാർജ് Q is equal to 5663 root P എന്നുള്ളതാണ് ബെസ്റ്റൺസ് ഫോർമുല അനുസരിച്ചുള്ള ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ഡിസൈനിങ് എ വാട്ടർ വർക്ക് ഫോർ എ സിറ്റി ടു മീറ്റ് ദ വാട്ടർ ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസിന് വേണ്ടിയിട്ട് 5% നമ്മൾ മാറ്റി വെക്കുന്നത്. ഇത് എക്സ്റ്റൻസിൻ്റെ അകത്ത് 10% ആയിരുന്നു, പക്ഷെ കൂടുതൽ കണ്ടിട്ടുള്ള ആൻസർ 5% ആണ്. പിന്നെ 5% 10 LPCD ഏകദേശം
അത്രയും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. പബ്ലിക് യൂസ് എന്ന് പറയുകയാണെങ്കിൽ പബ്ലിക് ഗാർഡൻസിനൊക്കെ വാട്ടറിങ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് പബ്ലിക് യൂസിൽ. ഓക്കെ, അപ്പോൾ അത് 5% ആണ്. പിന്നെ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ റോഡിലൊക്കെ യൂസ് ചെയ്യുന്ന, പാർക്കിലൊക്കെ യൂസ് ചെയ്യുന്ന അതാണ് പബ്ലിക് യൂസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ദ ആവറേജ് കൺസംഷൻ ഓഫ് വാട്ടർ. ഇത് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. ദ ആവറേജ് കൺസംഷൻ ഓഫ് വാട്ടർ റിക്വയർഡ് ഇൻ ഫാക്ടറീസ് ഇൻ LPCD ഈസ്, ഇതിൻ്റെ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് 30 to 45 LPCD ആണ് ആൻസർ വരിക. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വാട്ടർ ഡിമാൻഡ് ദ മിനിമം ആവറേജ് കൺസംഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. അത് ആൻസർ ഫയർ ഡിമാൻഡാണ്. കാരണം എപ്പോഴും ഒന്നും ഫയർ ഉണ്ടാവാറില്ല, വല്ലപ്പോഴും ഒക്കെ ഫയറിന്. അപ്പോൾ നമ്മൾ ഫയർ ഡിമാൻഡിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ആവറേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 LPCD ഒക്കെ വരാറുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ദ ആവറേജ് കൺസംഷൻ ഓഫ് വാട്ടർ മിനിമം ഉണ്ടാവുന്നത് ഫയർ ഡിമാൻഡിനാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മിനിമം വാട്ടർ പ്രഷർ അവൈലബിൾ അറ്റ് ഫയർ ഹൈഡ്രൻസ്. ഫയർ ഡിമാൻഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് 1100 ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ് ആവശ്യം. അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ 12 to 15 മീറ്റർ വേണം എന്ന് പറഞ്ഞു. 4 to 5 hours കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ എത്ര പ്രഷറാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 100 to 150 kN per meter square പ്രഷർ ആവശ്യമുണ്ട് ഈ ഫയർ ഡിമാൻഡിന് വേണ്ടിയിട്ട്. ഇനി വാട്ടർ ലോസ്റ്റ് ഇൻ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ് കോൺട്രിബ്യൂട്ട് ടു ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കൺസംഷൻ? 15%. എന്ന് പറഞ്ഞാൽ പബ്ലിക് യൂസിന് വേണ്ടിയിട്ട് 5% മാറ്റി വെക്കുന്നത് പോലെ തന്നെ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്, പൈപ്പിനെങ്ങാനും ലീക്കേജ് ഉണ്ട്, അങ്ങനെ വേസ്റ്റേജ് ആയി, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തെഫ്റ്റ് വഴി ഒക്കെ വെള്ളം പോകുന്നതിന് 15% ആണ് മാറ്റി വെക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫയർ ഡിമാൻഡ് ഓഫ് ദ സിറ്റി ഓഫ് 1 lakh പോപ്പുലേഷൻ ബൈ ബെസ്റ്റൻസ് ഫോർമുല? ബെസ്റ്റൻസ് ഫോർമുല വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റൻസ് ഫോർമുല 5663√P എന്നുള്ളതാണ്. അപ്പോൾ P എന്ന് പറഞ്ഞാൽ P in thousands ആണ് എടുക്കേണ്ടത്. ഇവിടെ 1 lakh പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ P in thousands നോക്കുക, നമുക്ക് 100 ആണ് കിട്ടുക. 1 lakh by 1000 ചെയ്യുക, 100 കിട്ടും. അപ്പം ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? 56630 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി സെയിം ഇതേമാതിരി ഇപ്പം നമ്മളുടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പം അവിടുത്തെ പോപ്പുലേഷൻ ഈസ് 1,40,000 ആണെന്ന് വെച്ചോ. 1,40,000 ആണ്. അവിടെ ഉള്ള ഫയർ ഡിമാൻഡ് എത്രയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറയുകയാണ്. നമുക്കിപ്പോൾ ക്വിഷ്ലിങ്സ് ഫോമുല യൂസ് ചെയ്യാമെന്ന് വെച്ചോ. ക്വിഷ്ലിങ്സ് ഫോമുല 3182√P നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിയുടെ വാല്യൂ ഇസ് P in thousands നോക്കുമ്പം ഇറ്റ് ഇസ് 140 P എന്ന് പറഞ്ഞാൽ 140 ആണ്. അപ്പം 3182 into √140. ആൻസർ വരുന്നത് ഇറ്റ് ഈസ് 37650 ലിറ്റേഴ്സ് പെർ മിനിറ്റ്. യൂണിറ്റ് ഓർക്കണം, ഇറ്റ് ഈസ് ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ് നമുക്കെപ്പോഴും ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓഫ് ദ ടോട്ടൽ കണ്ടൻറ്റ് ഓഫ് വാട്ടർ ഓൺ ഗ്ലോബ് ദ അവൈലബിൾ ക്വാണ്ടിറ്റി ഓഫ് ഫോർ യൂസ്. അപ്പം നമുക്ക് എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ 0.03% മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വച്ചേക്കാം. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിനും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ 0.03% മാത്രമാണ്. അപ്പം ഇത് വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു സബ് ടോപ്പിക് ഉണ്ട്, വേരിയേഷൻസ് ഇൻ ഡിമാൻഡ് ഫോർ ഡിസൈൻ എന്ന് പറയുന്നത്. ആ ടോപ്പിക്കിൽ കുറച്ച് ടേംസ് വരുന്നുണ്ട്. മാക്സിമം ഡെയിലി ഡിമാൻഡ്, മാക്സിമം അവർലി ഡിമാൻഡ് എന്താണ്, ഈ ടേംസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം അതാണ് വേരിയേഷൻസ് ഇൻ ഡിമാൻഡ് ഫോർ ഡിസൈനിൽ വരുന്നത്. ഇതും കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. ഇതെല്ലാം വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ വാട്ടർ ഡിമാൻഡിൽ ഓൾമോസ്റ്റ് ഒരു 50% ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസാണ്. അതും പിന്നെ ഈ വേരിയേഷൻസ് ഇൻ ഡിമാൻഡ് ഫോർ ഡിസൈൻ എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള 1-2 ടേംസും കാര്യങ്ങളൊക്കെ. അപ്പം അത് ആവുമ്പം വാട്ടർ ഡിമാൻഡിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യും. അത് ആ 2 ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ എവിടെയെങ്കിലും വേറെ ആൻസറാണ് കണ്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.